ലൈഫ് ജീവനും ജീവിതവും എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ബൈബിള് ഒരിക്കലും എഴുതിയത് അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല. ബൈബിളിന്റെ ആദ്യ വായനക്കാർ എപ്പോഴും വിശ്വാസികളാണ് എന്നുള്ള മുൻധാരണയിൽ നിന്നുകൊണ്ടാണ് ബൈബിളിന്റെ എല്ലാ എഴുത്തുകാരും അത് ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും ഓരോ വാക്യങ്ങളും വാക്കുകളും എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, പിന്നീട് ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ബൈബിളിൽ മാത്രം കാണുന്ന വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വിശുദ്ധനായിട്ടുള്ള ദൈവം. അതുപോലെ നമ്മൾ കണ്ടതുപോലെ പാപം ബൈബിൾ വിശ്വാസികൾക്കാണ് എഴുതിയത്. പാപം എന്താണെന്ന് ബൈബിള് വ്യാഖ്യാനിക്കുന്നു. അതുപോലെ പാപത്തിന്റെ ഭീകരത എന്താണെന്ന് ബൈബിള് വ്യാഖ്യാനിക്കുന്നു. പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. അതൊക്കെ വിശ്വാസികളാണ് ഇത് വായിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബൈബിളിന്റെ എഴുത്തുകാർ അത് എഴുതിയത്. പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള നമുക്ക് പാപത്തിന്റെ അതിന്റെ ആഴം, അതിന്റെ കോൺസിക്വൻസസ് അത് എത്രത്തോളം അധികമാണെന്ന് നമുക്കറിയാം. കാരണം ദൈവം ഭൂമിയിലേക്ക് വന്ന് മരിച്ചത് സത്യത്തില് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പാപത്തിന്റെ ആഴം എത്രയാണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രയാണെന്ന് വളരെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ രക്ഷ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായത്. എന്നാല് ബൈബിളില് ആദ്യം മുതൽ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ പാപത്തിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ വിശ്വാസികൾക്ക് നിരന്തരം ദൈവത്തിന്റെ വചനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ചിന്തകളിലും എത്രത്തോളം പാപമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ കാഠിന്യം നമുക്ക് എത്രയാണെന്ന് അറിയാം. എന്നാലും പാപം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഇതിനെങ്ങനെയാണ് ഈ പ്രശ്നത്തെ മറികടക്കുന്നത്? വിശ്വാസി പാപം ചെയ്താൽ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? കാരണം പാപത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് നമ്മൾ വായിക്കുന്നു. പാപത്തിന്റെ ആഴം എന്താണെന്ന് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എന്നിട്ട് നമ്മൾ പാപം ചെയ്യുന്നു. ഒരിക്കലും നമുക്ക് അതിനെ ഒരിക്കലും ഗൗരവം കുറച്ച് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാലും നിരന്തരം നമ്മൾ പാപം ചെയ്യുന്നു. എന്താണ് ഇതിന്റെ പരിഹാരം? നമ്മൾ ഇന്ന് അതാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ജോസഫ് പനിച്ചി സഹോദരനാണ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുവാനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൽ നിന്നുള്ള വിലയേറിയ സത്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വാസി പാപം ചെയ്താൽ എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഒരു നല്ല ആമുഖം ജോയല് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ആമുഖമായി പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. വിശ്വാസി പാപം ചെയ്താൽ എന്ത് ചെയ്യണം എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസി പാപം ചെയ്താൽ എന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വിശ്വാസിക്ക് പാപം ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. വിശ്വാസി പാപം ചെയ്യുമോ? വിശ്വാസിക്ക് പാപം ചെയ്യാൻ കഴിയുമോ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്ന് പറയാനുള്ള കാര്യം, ബൈബിൾ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ദൈവമക്കൾ പാപം ചെയ്യുന്നില്ല എന്ന് ആവർത്തിച്ച് പ്രത്യേകിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് പറയുന്ന ചില പ്രസ്താവനകൾ നമുക്ക് കാണാം.
അവനിൽ വസിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ഇതുപോലെയുള്ള നിരവധി പ്രസ്താവനകൾ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ തന്റെ ലേഖനത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ വായിക്കുമ്പോൾ ന്യായമായി ബൈബിൾ പഠിക്കുന്ന ഏതൊരു പഠിതാവിൻ്റെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പാപം ചെയ്യുമോ? അവർക്ക് പാപം ചെയ്യുവാനായിട്ട് കഴിയുമോ? യോഹന്നാൻ നേരെ പറയുന്നത് അവർ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അവർ പിശാചിന്റെ മക്കളത്രേ എന്നൊക്കെ വളരെ ഖണ്ഡിതമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തില് അക്കാര്യം പറയുന്നത്. യോഹന്നാന്റെ ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയും അതാണ്. യോഹന്നാൻ ഒന്നുകിൽ ദൈവമക്കളാണ്, അല്ലെങ്കിൽ ദൈവമക്കളല്ല. ഒന്നുകിൽ പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ പാപം ചെയ്യുന്നില്ല. ഒന്നുകിൽ ഇരുട്ടിലാണ്, അല്ലെങ്കിൽ വെളിച്ചത്തിലാണ്. ഈ രണ്ട് നിലയിലാണ് യോഹന്നാൻ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അത് യോഹന്നാന്റെ എഴുത്തിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാവും. യോഹന്നാൻ അപ്പോസ്തലൻ ഈ നിലയിൽ വിശ്വാസികൾ പാപം ചെയ്യുന്നില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ ന്യായമായും നമുക്ക് വരുന്ന ചോദ്യം, വിശ്വാസിക്ക് പാപം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ ആ ഒരു ചോദ്യം നിൽക്കുമ്പോൾ ഈ വിശ്വാസി പാപം ചെയ്താൽ എന്ന പ്രസ്താവനയ്ക്ക് പ്രസക്തി ഉണ്ടോ? ആ ഒരു വിഷയം ആ നിലയിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സാധാരണ ചോദിക്കും. ദൈവമക്കൾ പാപം ചെയ്യുമോ? ദൈവമക്കൾ പാപം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് നമുക്ക് നമ്മിലേക്ക് തന്നെ ആദ്യം ഒന്ന് തിരിഞ്ഞ് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ പ്രസ്താവനയ്ക്ക് നമ്മൾ എന്ത് ഉത്തരമാണ് നൽകുന്നത്? അതായത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് പാപം ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും കഴിയുമോ? ഉത്തരം പാപം ചെയ്യാൻ സാധിക്കില്ല എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തില് പാപം സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാം. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നാളുകൾ തുടങ്ങി ഇന്ന് വരെ പുറകോട്ട് നോക്കിയാൽ നമ്മുടെ വാക്കിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ധാരാളം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാത്തവരാരും തന്നെ കാണുകയില്ല. എല്ലാവരുടെയും ജീവിതത്തില് അത്തരത്തിലുള്ള പാപങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇനി പാപം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് നൽകുന്ന നിർവചനം നമ്മൾ നോക്കിയാൽ അറിയാം. ആ നിർവചനം തന്നെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളുടെ ലംഘനം, ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ലംഘനം. അപ്പൊ ആ രണ്ട് നിലയിലുള്ളതായിരിക്കുന്ന ലംഘനങ്ങളും പാപമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ആ നിലയിൽ നോക്കിയാൽ പാപം ചെയ്യാത്ത വിശ്വാസികളുണ്ടോ? ജീവിതത്തിൽ പാപം സംഭവിക്കാത്ത വിശ്വാസികളുണ്ടോ? ഇല്ല എന്ന് തന്നെ എല്ലാവരും സമ്മതിക്കും. മാത്രമല്ല, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഭക്തന്മാരും വിശ്വാസികളുമായിരുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകള് ബൈബിളിൽ ധാരാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അബ്രഹാമിന്റെയും ദാവീദിന്റെയും അതുപോലെ ഭക്തന്മാരായിരിക്കുന്ന ഇയ്യോബിന്റെയും പത്രോസിന്റെയും ഇങ്ങനെ പുതിയ നിയമകാലത്തും പഴയ നിയമകാലത്തും ജീവിച്ചിരുന്ന ദൈവഭക്തന്മാരായിരുന്ന വിശ്വാസവീരന്മാരായിരുന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ പാപങ്ങളെ കുറിച്ച് തിരുവെഴുത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും.
അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? വിശ്വാസികളുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാം, സംഭവിക്കാത്തവരാരും തന്നെ ഇല്ല. മാത്രമല്ല, ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ച അവസരങ്ങളിലൊക്കെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ, നെഹമ്യാവിന്റെ പ്രാർത്ഥനയിൽ, അങ്ങനെ ഭക്തന്മാരായിരുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൊക്കെ അവരുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിൽ പാപമുണ്ട് എന്ന് അവർ സമ്മതിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പുതിയ നിയമ ലേഖനങ്ങളും അതുപോലെ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതിയ പശ്ചാത്തലം പലപ്പോഴും വിശ്വാസികൾ തെറ്റിപ്പോയതായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. ലേഖനങ്ങൾ എഴുതിയത് സഭയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ ഉപദേശപരമായോ ജീവിതപരമായോ ഒക്കെ തെറ്റിപ്പോയ സന്ദർഭങ്ങളിലാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെ കുറിച്ച് കർത്താവ്, സഭയുടെ കാന്തനായിരിക്കുന്ന കർത്താവ് പറയുമ്പോൾ അവരുടെ തെറ്റുകൾ എടുത്ത് ചൂണ്ടിക്കാണിച്ച് മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം നൽകുന്നതായിട്ട് കാണും. അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, പുതിയ നിയമത്തിൽ വ്യക്തമായ പ്രസ്താവനകൾ വിശ്വാസികൾ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ തന്നെ പറയുന്ന എന്താണ്? 2-1 ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. 1 യോഹന്നാൻ 1:8 നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ്. ഇപ്പൊ വിശ്വാസികൾക്ക് പാപമില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. അതിന്റെ 9 പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ നാം അസത്യവാദിയാക്കുന്നു എന്നാണ്. അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തിലെ പാപമുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ അത് പറയുമ്പോൾ നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ എന്നാണ്. ആ പ്രയോഗത്തിൽ തന്നെ യോഹന്നാനും തന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ വിശ്വാസി പാപം ചെയ്യുന്നില്ല എന്നതും പാപം ചെയ്യാൻ ഇടയായാൽ എന്നതും പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണോ എന്നുള്ളത് ന്യായമായും നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്. വിശ്വാസി പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ധാരാളം ഭാഗങ്ങൾ ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതാനുഭവവും വെച്ച് നോക്കിയാൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾ പാപം ചെയ്യുന്നില്ല എന്ന് യോഹന്നാൻ പറയുന്നത്? വിശ്വാസി എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നില്ലെന്ന് യോഹന്നാൻ പറയുന്നത്? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ് എന്ന് യോഹന്നാൻ പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ അത് പരസ്പര വൈരുദ്ധ്യമില്ലാതെ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ ഇത് രണ്ടും യോഹന്നാൻ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. പാപം ചെയ്യുന്നില്ല എന്നും പാപം ചെയ്യാൻ, പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ടെന്നും പാപം ചെയ്തു പോകാമെന്നും ഒക്കെ ഉള്ളതായിരിക്കുന്ന നിലയിൽ യോഹന്നാൻ തന്റെ ലേഖനത്തില് പറയുന്നുണ്ട്. അപ്പൊ പാപത്തിൽ വീഴുകയില്ല എന്നോ ഏതെങ്കിലും പാപം അവനിൽ സംഭവിക്കുകയില്ല എന്നോ ഉള്ള അർത്ഥത്തിലല്ല യോഹന്നാൻ അത് പറയുന്നത്. യോഹന്നാൻ പറയുമ്പോൾ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ സ്വഭാവം, അടിസ്ഥാന സ്വഭാവം പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്വഭാവമല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. പാപത്തിന്റെ വഴികളിൽ ജീവിക്കുന്ന ഒരു ജീവിതമല്ല രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഉള്ളത്. അവന്റെ അടിസ്ഥാന സ്വഭാവം അതല്ല. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാപത്തിൽ ജീവിക്കുക എന്നുള്ളത് അവന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ആ പ്രകൃതിയിലാണ് അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് പാപം ചെയ്യുന്നത്, അവരെ സംബന്ധിച്ച് ഒരു വിശ്വാസി പാപം ചെയ്താൽ ഉണ്ടാകുന്നതായിരിക്കുന്ന മാനസിക നിലയല്ല ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് അവര് പാപത്തിൽ തുടരുമ്പോൾ ഉള്ളത്. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അത് അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രകൃതിയല്ല, സ്വഭാവമല്ല ഒരു വിശ്വാസിക്കുള്ളത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് പാപത്തിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട് എന്നും യോഹന്നാൻ പറയുകയാണ്. പാപത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനുള്ള ലൈസൻസ് എന്ന നിലയിലല്ല യോഹന്നാൻ അത് പറയുന്നത്. ആ സാധ്യത ഉള്ളതുകൊണ്ട്
ആ സാധ്യതയെ മുന്നിൽ കണ്ട് ആ അപകടത്തെ ഒഴിവായി പോകാൻ വേണ്ടിയാണ് യോഹന്നാൻ അത് പറയുന്നത് എന്ന് നമുക്കറിയാം. ചെയ്യാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്, അതിന്റെ അപകടത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് യോഹന്നാൻ ലേഖനം നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വാസി പാപം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പാപത്തിൽ വീഴാം, പാപം ചെയ്തു പോകാം. അങ്ങനെ ഒരു പാപ പ്രകൃതി വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നില്ല. അത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ എന്താണ്, പാപപ്രകൃതിയിൽ അറിയാതെ പാപത്തിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പാപത്തിൽ വീണു പോയാൽ വിശ്വാസി എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും വിശ്വാസികൾ ഏതെങ്കിലും പാപത്തിൽ വീണു പോകാൻ ഇടയായാൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ വിഷയം. അതിനെ സംബന്ധിച്ച് നമുക്ക് ചുരുക്കമായി ചില കാര്യങ്ങൾ ചിന്തിക്കാം. വിശ്വാസി പാപം ചെയ്തു പോയാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വിശ്വാസി ഏതെങ്കിലും നിലയിൽ പാപത്തിൽ അകപ്പെട്ടു പോയാൽ, വീണുപോയാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒന്നാമതായി ആ പാപത്തോടുള്ള വിശ്വാസിയുടെ പ്രതികരണം എന്തായിരിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെയ്തു പോയതായിരിക്കുന്ന പാപം സമ്മതിക്കുക എന്നുള്ളതാണ്. ഞാൻ പാപത്തിൽ വീണുപോയി എന്ന കാര്യം വിശ്വാസി അവന്റെ ജീവിതത്തിൽ സമ്മതിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപബോധം ഒരാൾക്ക് വന്നാല് നിരുപാധികം സമ്മതിക്കും. ചില ആളുകൾ അങ്ങനെ സമ്മതിച്ചോണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മിൽ പാപമുണ്ട് എന്ന് ബോധം വരുന്ന സമയത്ത് നിരുപാധികം ഞാൻ പാപത്തിൽ വീണിരിക്കുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നിൽ പാപം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം സമ്മതിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ആദ്യമായി പ്രതീക്ഷിക്കുന്നതായ പ്രതികരണം. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദാനമാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തകരാറുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മുടെ മനസാക്ഷി നമ്മെ എന്ത് ചെയ്യും? കുറ്റപ്പെടുത്തും. നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ഒരു വലിയ മുന്നറിയിപ്പ് ആ സമയത്ത് തന്നെ നൽകും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പാപത്തിൽ വീണാൽ അവന്റെ മനസാക്ഷി കുറ്റപ്പെടുത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസാക്ഷി അവന് വാണിംഗ് നൽകും, അവനൊരു മുന്നറിയിപ്പ് നൽകും. നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശാരീരികമായ വേദന എന്നുള്ളത് ആ രോഗത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ ശരീരത്തിൽ ഒരു വേദന വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണും, അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ ചികിത്സ തേടും. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ പാപം സംഭവിച്ചാൽ നമ്മുടെ മനസാക്ഷി അപ്പോൾ തന്നെ നമുക്ക് വാണിംഗ് നൽകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ കുറിച്ചുള്ള ആ ബോധം നമുക്ക് നൽകും. അപ്പൊ ആത്മാവിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആത്മാവിലുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ആത്മാവിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു വീഴ്ചയുടെ മുന്നറിയിപ്പാണ് മനസാക്ഷി നമുക്ക് നൽകുന്നത്. അത് നൽകുമ്പോൾ എന്നിൽ പാപം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ നമുക്ക് സംവേദനക്ഷമതയുള്ള ഒരു മനസാക്ഷി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു മനസാക്ഷി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ മനസാക്ഷി പ്രകാരമാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ തൻ്റെ മനസാക്ഷിയിൽ ആക്ഷേപം വരാത്ത വിധത്തിലാണ് ജീവിച്ചത്. മനസാക്ഷിയിൽ എന്തെങ്കിലും തെറ്റ് തനിക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ അത് ഏറ്റുപറഞ്ഞ് മനസാക്ഷി നിർമ്മലീകരിച്ചാണ് താൻ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മനസാക്ഷിയിൽ തെറ്റ് സംഭവിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ദൈവാത്മാവ് നൽകും, നമ്മുടെ ഉള്ളില് ആ ബോധ്യം നൽകും. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവരെ പാപത്തിൽ വീണാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് അവർക്ക് മടിയാണ്, ആ തെറ്റ് സമ്മതിക്കാനായിട്ട് മടിയാണ്. അങ്ങനെ ഒരു പാപം സംഭവിച്ചു എന്ന കാര്യം അവർക്ക് ബോധ്യം വന്നാലും അത് അംഗീകരിക്കാൻ പലപ്പോഴും മടിയാണ്.
ആ പാപത്തിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ചിലരെങ്കിലും ചെയ്യുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. മറ്റു ചിലര് വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയും. അതായത് തന്റെ തെറ്റുകളെ ന്യായീകരിക്കും. തെറ്റ് സംഭവിച്ചാലും ആ തെറ്റിന് പല ന്യായീകരണങ്ങളും നമ്മുടെ മനസാക്ഷിയിൽ തന്നെ നമ്മൾ കണ്ടെത്തും. എന്നാൽ അത് ശരിയായിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരു തെറ്റ് തെറ്റാണ് എന്ന് ബോധ്യം വന്നാൽ അത് നിരുപാധികം അംഗീകരിക്കുക, സമ്മതിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ചില ആളുകൾ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞിട്ട് അവര് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസാക്ഷിയിൽ അത് ബോധ്യം വരുമ്പോ അവർ സമ്മതിക്കും. പക്ഷെ സമ്മതിച്ചിട്ട് പിന്നെയും അതേ തെറ്റിൽ തന്നെ എന്ത് ചെയ്യും, തുടരും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വിശ്വാസി പാപത്തിൽ വീണു എന്നറിഞ്ഞ് നമ്മൾ അവരോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിരുപാധി അവർ സമ്മതിക്കും. എനിക്ക് പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയും. പക്ഷേ അതേ പാപത്തിൽ തന്നെ അടുത്ത ദിവസം അവർ തുടരുകയും ചെയ്യും. അങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിത രീതി നയിക്കുന്ന ആളുകളുണ്ട് എന്ന് വിശ്വാസികളുടെ ഇടയിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലരെ സംബന്ധിച്ച് എനിക്ക് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് മറ്റൊരു പെരുമാറും. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്. എന്റെ ജീവിതത്തിൽ യാതൊരു തെറ്റുകളും സംഭവിച്ചിട്ടില്ല. വേറെ ചിലർക്ക് തനിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ബാക്കിയുള്ളവരാണ് തെറ്റ് മുഴുവൻ ചെയ്തത് എന്ന നിലയിലാണ് ചിന്തിക്കുക. തന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന കാര്യം അംഗീകരിക്കാൻ പോലും പലപ്പോഴും സാധിക്കില്ല. ഇതൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ കാണുന്നതായിരിക്കുന്ന കാര്യമാണ്. ചുരുക്കം ചില ആളുകളാണ് പാപത്തിൽ വീഴാതെ സ്വയം സൂക്ഷിക്കുന്നതും വീണാൽ തെറ്റ് സമ്മതിക്കുന്നതും അതിൽ നിന്ന് എഴുന്നേറ്റ് തുടർന്ന് കർത്താവിനായിട്ട് ജീവിക്കുന്നതും വളരെ ചുരുക്കം ചില ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് ആത്മീക പുരോഗതി ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. അവരുടെ ജീവിതം അനേകർക്ക് പ്രയോജനമുള്ളതായി തീരും. അപ്പൊ നമ്മുടെ ജീവിതത്തില് തെറ്റ് സംഭവിച്ചാൽ ഏറ്റവും ആദ്യത്തെ പടി അത് നമ്മൾ സമ്മതിക്കുക. എന്റെ ജീവിതത്തിൽ അങ്ങനെ പാപം വന്നുപോയി, തെറ്റ് സംഭവിച്ചു പോയി എന്ന് സമ്മതിക്കുക. അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് വേണ്ടത്. ദാവീദ് പാപത്തിൽ വീണു. പാപത്തെക്കുറിച്ച് നാഥാൻ ബോധ്യം വരുത്തിയപ്പോൾ ദാവീദ് അത് അംഗീകരിച്ചു. ഞാൻ പാപം ചെയ്തു പോയി, യഹോവയോട് പാപം ചെയ്തു പോയി. 51-ാം സങ്കീർത്തനം താൻ തന്റെ പാപത്തെ ഏറ്റു പറയുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തന്റെ പാപത്തെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ 51-ാം സങ്കീർത്തനം നമുക്ക് കാണാം. അപ്പൊ ആദ്യം ദാവീദ് ചെയ്തത് എന്താണ്? ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി എന്നുള്ളതായിരിക്കുന്ന സമ്മതമാണ്. അങ്ങനെയുള്ള സമ്മതം. രണ്ടാമത്, തെറ്റുകൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം സത്യസന്ധമായി മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളത്. ഇപ്പം മനുഷ്യരോടുള്ള ബന്ധത്തിൽ തെറ്റ് സംഭവിച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ സമ്മതിക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ തെറ്റ് സംഭവിച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കാൻ തയ്യാറായാൽ അടുത്ത പടി സത്യസന്ധമായി പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് സംഭവിച്ച പാപങ്ങൾ ദൈവ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഏറ്റുപറയുക എന്നുള്ളതാണ് അടുത്ത പടി. നാം യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിനുള്ള ഏക മാർഗം നാം തെറ്റ് ചെയ്ത വ്യക്തിയോട് ആ കുറ്റം ഏറ്റുപറയുക എന്നുള്ളത് തന്നെയാണ്. എന്റെ വാക്കില്, എന്റെ പ്രവൃത്തിയില് സഹോദരന് പ്രയാസം ഉണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി, നഷ്ടം വരുത്തി, ഞാനത് സമ്മതിക്കുന്നു, ഞാനത് ഏറ്റുപറയുന്നു എന്ന് പറയാനുള്ള ഒരു മനസ്സ്, ദൈവം മുൻപിലും ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചു എന്ന് ബോധ്യം വരുമ്പോൾ ദൈവത്തിന്റെ മുമ്പിലും പാപങ്ങൾ ഏറ്റുപറയുക, യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയുക. മറ്റുള്ളവരുടെ അന്യായമായ വസ്തുക്കൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അവ തിരിച്ചു കൊടുക്കുക. ന്യായമല്ലാത്ത ഏത് വസ്തുവും നമ്മുടെ കൈവശം ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നത് വഴിയാണ് ആ ഏറ്റുപറച്ചില് ശരിയാവുള്ളൂ, അത് ശരിയായ മാനസാന്തരമാവുകയുള്ളൂ. അത് നമ്മുടെ കൈവശം വെച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നതല്ല ശരിയായ മാനസാന്തരം. നമുക്കറിയാം, സക്കായി കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ താൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു.
സക്കായി ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 5 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയാണ്. തനിക്കുള്ള വസ്തുവിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള തന്റെ മനോഭാവത്തിൽ വന്ന വലിയ ഒരു മാറ്റമാണ്. അത് സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ തന്റെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തി തന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. തിരുത്തുവാൻ ആവശ്യമായിരിക്കുന്ന പാപങ്ങൾ തിരുത്തുവാനായിട്ട് തയ്യാറായി. അപ്പൊ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ഇനി നഷ്ടം വരുത്താത്ത ചില തെറ്റുകളാണെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ ഏറ്റുപറയണം. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നമ്മൾ ഏറ്റുപറയുക. അപ്പൊ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയുക. ദൈവം മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയണം. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പറയുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പാപമാണ് എന്ന് പറഞ്ഞ കാര്യം ഞാനും പാപമാണെന്ന് തന്നെ പറയണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം പാപമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പിന്നെ നമ്മൾ ന്യായീകരിക്കാനും ലഘൂകരിക്കാനും അതിന് വെള്ളപൂശാനും ശ്രമിക്കാതെ അത് അംഗീകരിച്ച് ആ പാപം പാപമായി തന്നെ ദൈവ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഏറ്റുപറയുക. അപ്പൊ പാപത്തെ അംഗീകരിക്കുക, പാപത്തെ ഏറ്റുപറയുക. സദൃശവാക്യം 28:13 ഒരു വാക്യമുണ്ട്: തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോ അകൃത്യങ്ങളെ മറച്ചു വെച്ച് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ലെന്നാണ്. എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 1:1 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ അവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അത് മനുഷ്യന്റെ ഭാഗത്ത് അവൻ ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അങ്ങനെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ദൈവം തന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്യും. ദൈവം പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. അപ്പൊ നമ്മുടെ ഭാഗം നമ്മൾ നിറവേറ്റുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഭാഗം ദൈവം നിറവേറ്റാൻ ദൈവം അതിൽ വിശ്വസ്തനാണെന്നാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കും. ദൈവം വിശ്വസ്തനാണ്. അപ്പൊ നമ്മുടെ ഭാഗം എന്താണ്? കൃത്യമായി നമ്മൾ നിറവേറ്റണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനായി പാർക്കുന്നുവെന്നാണ്. 2 വിധത്തിലുള്ള തെറ്റായ പ്രവണത ഈ പാപത്തോടുള്ള മനോഭാവത്തിൽ മനുഷ്യർക്കുണ്ട്. ഒന്നാമത്തെ പ്രവണത അത് വിശ്വാസികളുടെ ജീവിതത്തിലും സംഭവിക്കാം. ഒന്നാമത്തെ പ്രവണത പാപത്തെ മറയ്ക്കാനുള്ള പ്രവണതയാണ്. ആദാം പാപത്തിൽ വീണ കാലം മുതൽ പാപങ്ങളെ ഏറ്റുപറയാതെ അത് മറയ്ക്കാനുള്ള പ്രവണത എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആദാം പാപത്തിൽ വീണ സമയത്ത് തന്നെ പാപം ചെയ്തുവെന്ന് ആദാം മനസ്സിലാക്കി. എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ വീണ് എന്റെ പാപങ്ങൾ ക്ഷമിക്കണം, ഞാൻ പാപത്തിൽ വീണുപോയി, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് തന്നെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോ അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്തത്. അവർ ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാനാണ് ശ്രമിച്ചത്. പാപത്തെ മറയ്ക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ പാപത്തെ മറയ്ക്കാൻ, ദൈവത്തെ മറയ്ക്കാനായിട്ട് സാധിക്കും? ദൈവത്തെ മറയ്ക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ആദാമിന്റെയും ഹവ്വയുടെയും പരിശ്രമം പരാജയപ്പെട്ടു എന്ന് നമുക്കറിയാം. ഇന്നും അങ്ങനെയാണ്. പാപത്തെ മറയ്ക്കാനുള്ള ഒരു പ്രവണതയാണ് പൊതുവെ ആളുകളിലല്ല ഉള്ളത്. അത് പണ്ടുകാലം തുടങ്ങിയുള്ള ഒരു പ്രവണതയാണ്. ഒരു കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്താലും ഏതെല്ലാം തെളിവുകളിലൂടെയാണ് ആ കുറ്റം തെളിയിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. എന്നാൽ കുറ്റം ചെയ്ത വ്യക്തി, ആ വ്യക്തിക്ക് അറിയാം ചെയ്തതായിരിക്കുന്ന തെറ്റുകൾ, പക്ഷേ സമ്മതിക്കാറില്ല, നേരിട്ട് സമ്മതിക്കാറില്ല. അത് മനുഷ്യന്റെ പാപപ്രകൃതിയിൽ വന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. പാപം നേരെ അങ്ങ് സമ്മതിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ മനുഷ്യന്റെ സ്വയം ഇല്ലാതായി പോകുന്ന
ഒരു അനുഭവമായിട്ടാണ് പലപ്പോഴും തീരുന്നത്. അപ്പോൾ പാപത്തെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മിൽ തന്നെ അഹങ്കാരമുള്ള മനുഷ്യരാണെന്നാണ്. നമ്മെ തന്നെ ദൈവം മുമ്പിൽ താഴ്ത്താനായിട്ട് നമുക്ക് മനസ്സില്ല. നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാൻ നമുക്ക് മനസ്സില്ല. അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അപ്പോ അതാണ് പാപത്തോടുള്ള തെറ്റായിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രതികരണം പാപത്തിന്റെ കുറ്റം മറ്റൊരാളുടെ മേൽ ചുമത്തുക എന്നുള്ളതാണ്. ആദാമിനോട് നീ വൃക്ഷഫലം തിന്നുവോ എന്ന് ചോദിച്ചപ്പോ ആദാം ഞാൻ വൃക്ഷഫലം തിന്നു, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്നല്ല പറഞ്ഞത്. അതിന്റെ മറുപടി നമുക്കറിയാം. നീ എന്നോടുകൂടി ഇരിപ്പാൻ എനിക്ക് തന്നിരിക്കുന്ന സ്ത്രീ പഴം തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ ആദാം ചെയ്ത തെറ്റിന്റെ കുറ്റം ഹവ്വയുടെ മേൽ ചാരി തന്റെ തെറ്റിനെ ലഘൂകരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഹവ്വയോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? പാമ്പ് എനിക്ക് പഴം തന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം എന്നല്ല പറയുന്നത്. അപ്പോ മറ്റുള്ള ആളുകളുടെ മേൽ നമ്മുടെ കുറ്റങ്ങൾ ചാരി നമ്മുടെ തെറ്റുകളെ ലഘൂകരിക്കാനുള്ള പ്രവണത പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. തെളിവ് സഹിതം പിടികൂടിയാലും സമ്മതിക്കാൻ പൊതുവെ മനുഷ്യർക്ക് പ്രയാസമാണ്. വ്യക്തമായ തെളിവോടുകൂടെ കാര്യങ്ങൾ പിടികൂടിയാലും സമ്മതിക്കാൻ പ്രയാസമാണ്. അത് മനുഷ്യന്റെ ഒരു സ്വാഭാവിക പ്രകൃതിയാണ്. ഈ പാപപ്രകൃതി നമുക്കുള്ളത് കൊണ്ട് വിശ്വാസികളും ആ തരത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പാപങ്ങൾ ഏറ്റുപറയാതെ മൂടി വയ്ക്കാനും മറ്റുള്ളവരുടെ മേൽ വെച്ച് രക്ഷപ്പെടാനും നമുക്ക് കഴിയുകയില്ല. ദൈവ മുമ്പിൽ നാം ചെയ്ത പാപം തന്നെയാണ്. അതിന്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം വന്നാൽ അത് സമ്മതിക്കുകയും ദൈവമുൻപാകെ ആ പാപങ്ങൾ മനഃപൂർവമായി ഉള്ളതുപോലെ ദൈവം കാണുന്നത് പോലെ അംഗീകരിച്ച് അവ ഏറ്റുപറയുകയും ചെയ്യണം. ഓരോ പാപവും ഏറ്റുപറയണം. വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവിശ്വാസിയെ സംബന്ധിച്ച് ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം അവനെ സംബന്ധിച്ച് അവന്റെ ജീവിതകാലം മുഴുവനുള്ള പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെയുള്ള എല്ലാ പാപവും സൗജന്യമായി കർത്താവ് ക്ഷമിച്ചു. അവന്റെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളഞ്ഞു. നീതീകരണം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ബ്ലാക്ക് ബോർഡില് എഴുതിയിരിക്കുന്നത് മുഴുവൻ അങ്ങ് മായ്ച്ചു കളയുന്നത് പോലെയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അന്ന് വരെയുള്ള സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മായ്ച്ചു കളഞ്ഞു. എന്നാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാം. അങ്ങനെയുള്ള പാപങ്ങൾ വന്നാൽ ആ പാപങ്ങൾ നാം ഏറ്റുപറയണം. മനുഷ്യരോട് പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ മനുഷ്യരോട് ഏറ്റുപറയണം. ദൈവത്തോട് പാപം ചെയ്താൽ ദൈവത്തോട് ഏറ്റുപറയണം. സാധാരണ നിലയിൽ വിശുദ്ധനായ ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയാൻ എളുപ്പമാണ്. അശുദ്ധനായ മനുഷ്യനോട് ഏറ്റുപറയാനാണ് വളരെ പ്രയാസം പലർക്കും തോന്നുന്നത്. യഥാർത്ഥത്തിൽ അശുദ്ധരായിരിക്കുന്ന മനുഷ്യരോട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാൻ വലിയ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. ദൈവം മുമ്പിലാണ് പിന്നെയും നമ്മൾ ഭയപ്പെടേണ്ടത്, പാപങ്ങൾ ഏറ്റുപറയേണ്ടത്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യരുടെ മുമ്പിൽ അവരുടെ തെറ്റുകളെ ഏറ്റുപറയാൻ മടിക്കുകയും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്? അവൻ ദൈവത്തിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ യഥാർത്ഥമായി ഏറ്റുപറഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവൻ അങ്ങനെ ഏറ്റുപറഞ്ഞാൽ തന്നെ അവൻ തന്നോട് തന്നെയാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞത് എന്ന് പറയേണ്ടതായിട്ട് വരും. ദൈവത്തോടും മനുഷ്യരോടും ജീവിതത്തിൽ വന്നതായിരിക്കുന്ന തെറ്റുകളെ ഏറ്റുപറയാനായിട്ട് നമുക്ക് ആ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിജയമാണ്. ആ ഒരു വിനയം, ആ ഒരു താഴ്മ നമുക്കുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ വിജയത്തിന് അത് ആവശ്യമാണ്. ദൈവത്തോട് മനുഷ്യരോടും ലംബവും തിരശ്ചീനവുമായിരിക്കുന്ന ഒരു ബന്ധം നമ്മൾ നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ആ ബന്ധം നഷ്ടപ്പെടുത്തുന്നത് ദൈവകൽപ്പനയുടെ ലംഘനം വഴിയാണ്, പാപം വഴിയാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നത് പാപം വഴിയാണ്. അതുകൊണ്ട് ആ കൂട്ടായ്മയെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലംഘനം വന്നാൽ അവ ഏറ്റുപറഞ്ഞ്
ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയണം. യഥാർത്ഥമായി പാപബോധം വന്ന് അതിനെക്കുറിച്ചുള്ള കുറ്റബോധം ഉണ്ടായി, ഞാൻ തെറ്റ് ചെയ്തു പോയി, ദയവായി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള വിനയവും താഴ്മയുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാപം സംഭവിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം അവൻ പാപം സമ്മതിക്കണം. രണ്ടാമത്തെ കാര്യം അത് ഏറ്റുപറയണം എന്നതാണ്. മൂന്നാമത്തെ കാര്യം ചെയ്തു പോയ തെറ്റിന് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. തെറ്റ് സമ്മതിക്കാതെയും ഏറ്റുപറയാതെയും ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യവും. അത് അടിസ്ഥാനപരമായ കാര്യമാണ്. തെറ്റ് സമ്മതിക്കുക, ആ തെറ്റുകളെ ഏറ്റുപറയുക. ക്ഷമ ചോദിക്കേണ്ട കാര്യം വരുമ്പോ ഉയർന്നവനെന്നോ താണവനെന്നോ വ്യത്യാസമൊന്നുമില്ല. മാതാപിതാക്കൾ മക്കളോട് തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ക്ഷമ ചോദിക്കണം. മൂപ്പന്മാർ വിശ്വാസികളോട് തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കണം. ഓഫീസിലാണെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആണെങ്കിൽ പോലും കീഴ് ജീവനക്കാരോട് മോശമായി പെരുമാറിയാൽ ക്ഷമ ചോദിക്കാനുള്ള ഒരു മര്യാദയാണ് കാണിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ മോശമായ നിലയിൽ ഇടപെട്ടു പോയി എന്ന് പറയാനുള്ള ഒരു താഴ്മ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ക്ഷമ ചോദിക്കുന്ന കാര്യത്തിൽ വലിയൊരു ശരിയൊന്നുമില്ല. തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുക, അതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ചിലര് ക്ഷമ ചോദിക്കാതെ സ്നേഹ സംഭാഷണങ്ങളിലൂടെയൊക്കെ സംഭവിച്ചതായിരിക്കുന്ന തെറ്റുകള് കാലങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും, ബന്ധങ്ങൾ പുതുക്കാനായിട്ട് ശ്രമിക്കും. തെറ്റിന് ക്ഷമ ചോദിക്കാൻ തയ്യാറല്ല. അത്തരം ആളുകള് സ്വയം വഞ്ചിക്കുകയാണ്, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരാൾക്ക് വേദന ഉണ്ടാകുന്ന വിധത്തിൽ എന്റെ പ്രവൃത്തിയോ സംസാരമോ വന്നാൽ അത് സംഭവിച്ചു എന്ന് ഞാൻ അറിയുന്ന നിമിഷം ആത്മാർത്ഥമായിട്ടും ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം. ദൈവത്തോടും അങ്ങനെ ക്ഷമ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷമ ചോദിച്ചാൽ നമ്മുടെ നിലവാരത്തിൽ നമ്മൾ താഴെ പോയി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നിലവാരം യഥാർത്ഥത്തിൽ ഉയരുകയാണ് ചെയ്യുന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറയാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തെറ്റിനെ ന്യായീകരിക്കുകയും തെറ്റിനെ നീതീകരിക്കുകയും തെറ്റ് സമ്മതിക്കുന്നതിന് പകരം തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളെയും കൂടെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് വന്നാൽ നമ്മുടെ സ്വീകാര്യത നഷ്ടപ്പെടുകയാണ്. ഇത് പല വിശ്വാസികൾക്കും പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ സ്വീകാര്യത ശരിയായ നിലയിൽ എന്താണ്, ആ അംഗീകാരം ശരിയായ നിലയിൽ വരുന്നത് നമ്മുടെ തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകൾ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത് വഴിയാണ്. ചിലർ കൂടെ ക്ഷമ ചോദിക്കും. അത് ചെയ്യേണ്ടതാണെങ്കിലും തന്റെ ആത്മാർത്ഥത, അങ്ങനെയുള്ള ആളുകളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. മാനസാന്തരം ഇല്ലാതെ ഇങ്ങനെ കൂടെ ക്ഷമ ചോദിക്കും, എന്നിട്ട് അതേ തെറ്റുകൾ തന്നെ എന്ത് ചെയ്യും, ആവർത്തിക്കും. യഥാർത്ഥത്തില് ക്ഷമ ചോദിക്കുമ്പോഴും ആ തെറ്റിനെ കുറിച്ചുള്ള ആത്മാർത്ഥമായ ഒരു മാനസാന്തരത്തിലാണ് ക്ഷമ ചോദിക്കുന്നതെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ അത്തരം തെറ്റുകൾ വരാതെ സൂക്ഷിക്കാനുള്ളൊരു തീരുമാനവും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകും എന്ന് നമുക്കറിയാം. ക്ഷമ ചോദിച്ചേക്കാം ചിലര്. എന്താണ് ചിലർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളങ്ങ് ക്ഷമിക്ക് എന്ന് പറയും. ഒരു മാനസാന്തരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗമല്ല. പറ്റുമെങ്കിൽ ക്ഷമിക്ക്. അല്ലെ ചിലപ്പോ ദേഷ്യം വരുമ്പോ പറയും, നിങ്ങൾ ക്ഷമിക്കണം എന്ന് എനിക്ക് വല്ല നിർബന്ധമൊന്നുമില്ല, അങ്ങനെയും പറയും. അപ്പോൾ ഇതൊക്കെ സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം പോലും പലപ്പോഴും മനസ്സിലാക്കിയല്ല അത് പറയാറുള്ളത്. വേറെ ചില ആളുകൾ പറയും, ഞങ്ങളെ കൊണ്ട് ക്ഷമ ചോദിപ്പിച്ചു, സഭയില് എഴുന്നേറ്റ് നിർത്തി ക്ഷമ ചോദിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒന്നും ക്ഷമ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ക്ഷമ പറയാനും അല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് നമ്മൾ ക്ഷമ ചോദിക്കുന്നതും ശരിയായിരിക്കുന്ന രീതിയല്ല. ആത്മാർത്ഥമായിട്ടും എന്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയെങ്കിൽ, ആ ബോധ്യം ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുമ്പോഴാണ് ബന്ധങ്ങള് ശരിയാകുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്ഷമ ചോദിക്കുക എന്നുള്ളത് ദൈവ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഒരു ന്യായമായിരിക്കുന്ന കാര്യമാണ്. സംഭവിച്ചു പോയ തെറ്റ് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് ഈ ക്ഷമിക്കുന്ന വ്യക്തി ആ തെറ്റിന്റെ
എന്താണ് സങ്കടം അനുഭവിച്ചുകൊണ്ടാണ് ക്ഷമിക്കുന്നത്. എന്ന് പറഞ്ഞ് ഞാൻ ഒരാൾക്കെതിരെ മോശമായ നിലയിൽ സംസാരിച്ചു, ആ വ്യക്തിക്കുണ്ടായ മുറിവും സങ്കടവും ഒക്കെ താൻ അനുഭവിക്കാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തില് എന്നോട് ക്ഷമിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുള്ളൂ. ചിലർക്ക് ക്ഷമിക്കാൻ കഴിയല, ക്ഷമ ചോദിച്ചാൽ ചിലർ ക്ഷമിക്കുകയല്ല. അതും ഒരു ബുദ്ധിമുട്ടാണ്. ആത്മാർത്ഥമായിട്ടും ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കാത്തവരായിരിക്കുന്ന ആളുകളുണ്ട്. ചിലർ പറയും ഇനി ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയും. എന്റെ ക്ഷമയുടെ നെല്ലിപ്പല എത്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് മടുത്തു എന്ന് പറയും. അങ്ങനെയൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ ആ വ്യക്തി ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് ക്ഷമിക്കണം. കർത്താവ് തന്നെ പറഞ്ഞു, ദിവസത്തിൽ 7 തവണ വന്ന് പറഞ്ഞാലും അവനോട് ക്ഷമിക്കണം എന്നാണ്. ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് ക്ഷമിക്കാനും ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് ഉറപ്പിച്ചു കൊടുക്കാനും ഉള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ക്ഷമിക്കുകയും ചെയ്യണം എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് കാണാം. ഇപ്പോ വിശ്വാസികളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ച്, തെറ്റ് സംഭവിച്ച വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഒരു ന്യായമായിരിക്കുന്ന കാര്യമാണ്. ദൈവസന്നിധിയിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ടും മാനസാന്തരപ്പെട്ട് ആ തെറ്റ് ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കും, നമ്മളോട് കരുണ കാണിക്കും. അതാണ് നമ്മുടെ ഒരു ധൈര്യം. കർത്താവ് മനുഷ്യരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മനോഹരമായിരിക്കുന്ന ഉപമ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ആ മനോഹരമായിരിക്കുന്ന ഉപമ അല്ലേ, 1000 താലന്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, 100 വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ 1000 താലന്ത് കടപ്പെട്ടിരുന്ന മനുഷ്യനോട് ക്ഷമിച്ചു കൊടുത്തു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 100 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്നവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ ബുദ്ധിമുട്ടിച്ചു. കർത്താവ് പറയുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ: സ്വർഗത്തിലെ ദൈവം നമ്മളോട് നമ്മുടെ എല്ലാ പാപങ്ങളും സൗജന്യമായി ക്ഷമിച്ചു. ആ ക്ഷമയുടെ വിലയും പ്രാധാന്യവും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ മീതെയാണ്. അങ്ങനെ ക്ഷമ പ്രാപിച്ചവരായിരിക്കുന്ന നമ്മൾ, നമ്മുടെ സഹോദരിമാര് നമ്മോടൊരു തെറ്റ് ചെയ്ത് നമ്മോട് ക്ഷമ ചോദിക്കുമ്പോൾ അത് ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ അത് എത്രയോ ദയനീയമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കർത്താവ് അതിന്റെ അവസാനം പറഞ്ഞത് സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ എന്നാണ്. ഹൃദയപൂർവ്വം, ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കണം എന്നാണ്. അപ്പൊ നമ്മളോട് തെറ്റ് ഏറ്റു പറഞ്ഞാൽ അത് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട്. ദൈവത്തിന്റെ വചനം അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 4-മത്തെ കാര്യം, പാപം ചെയ്യുകയില്ല എന്നൊരു തീരുമാനമാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം. ഇനിമേൽ അത്തരത്തിലുള്ള പാപം ഞാൻ ചെയ്യുകയില്ല, അങ്ങനെ ഒരു തീരുമാനം വിശ്വാസികളുടെ ജീവിതത്തിൽ വേണം. അത്തരത്തിലുള്ള പാപം എന്നല്ല, പാപം ചെയ്യുകയില്ല എന്നൊരു തീരുമാനം വിശ്വാസി അവന്റെ ജീവിതത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പാപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല, ആ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ നാം എടുത്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ആ തീരുമാനം എടുത്ത ആളുകളെ സഹായിക്കാൻ കർത്താവിന് കഴിയും. കർത്താവ് അവനെ സഹായിക്കും, അവന് ശക്തി നൽകും, അവന് ബലം നൽകും. നാം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. എത്ര സമ്മർദ്ദങ്ങൾ വന്നാലും ശരി, എത്ര പ്രതികൂലങ്ങൾ വന്നാലും ശരി, എത്ര ലാഭകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് വന്നാലും ശരി, പാപം ചെയ്യുകയില്ല, ദൈവഹിതത്തിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം വിശ്വാസികളുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസികൾ പാപത്തെ വെറുക്കണം, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. പാപം വന്നാൽ ഉടനടി വിശ്വാസികൾ പരിഹരിക്കണം. അതാണ് പാപത്തോടുള്ള വിശ്വാസിയുടെ സമീപനം എന്ന് പറയുന്നത്. ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള ആ വ്യക്തമായിരിക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൽ പാപത്തെ വെറുക്കുക. യഹോഭക്തന്മാർ പാപത്തെ വെറുക്കുന്നവരാണ്, പാപത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, പാപത്തെ ഹൃദയത്തിൽ താലോലിക്കുന്നവരാണ്. കോപവും അസൂയയും വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും അങ്ങനെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഇങ്ങനെയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കാനായിട്ട് നമ്മൾ അവസരങ്ങൾ നൽകിയാൽ അത് വളരെ ദോഷഫലങ്ങൾ ഉണ്ടാക്കും.
അത്തരത്തിലുള്ള പാപം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് തോന്നുന്ന നിമിഷം തന്നെ ദൈവസന്നിധിയിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും അത്തരത്തിലുള്ള പാപങ്ങൾ മുഖാന്തരം മറ്റുള്ളവർക്ക് പ്രയാസവും സങ്കടവും വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ അടുക്കൽ ചെന്ന് അവ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ. അങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കും, അവർക്ക് ശക്തിയും ബലവും ഒക്കെ നൽകും എന്ന് നമുക്ക് അറിയാം. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ഒരു വിശ്വാസി പാപം ചെയ്താൽ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ചെയ്തു പോയ പാപങ്ങൾ സമ്മതിക്കുക. ഞാൻ പാപം ചെയ്തു പോയി എന്ന് സമ്മതിക്കുക, നിരുപാധികം സമ്മതിക്കുക. അതിന് ഒരു ന്യായീകരണവും പറയരുത്, അതിനെ ലഘൂകരിക്കരുത്, സമ്മതിക്കുക. രണ്ടാമത്, അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയുക. സംഭവിച്ച പാപങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറയുക. മൂന്നാമത്, ആത്മാർത്ഥമായിട്ടും ക്ഷമ ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം, ദയവായി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള താഴ്മയും വിനയവും ഉണ്ടായിരിക്കുക. നാലാമത്, പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം. അത്തരത്തിലുള്ള പാപങ്ങൾ ഇനി ഞാൻ ചെയ്യുകയില്ല. ഞാനൊരു മുൻകോപിയാണെങ്കിൽ ഇനി മുൻകോപത്തിൽ ആളുകളോട് ഇടപെടാതെ ഞാൻ വളരെ സൗമ്യമായി കാര്യങ്ങളോട് പ്രതികരിക്കും എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിലെടുത്താൽ മാത്രമേ നമുക്ക് ആ പാപത്തെ ജയിക്കാനായിട്ട് കഴിയുള്ളൂ, ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുക, ഇത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയുടെ ശിക്ഷണത്തിന് കീഴ്പ്പെടണം എന്നുള്ളതാണ്. അത് വിശ്വാസികൾ അവരുടെ ജീവിതത്തില് പാപങ്ങൾ സംഭവിക്കാതിരിക്കാനും, സംഭവിച്ചാൽ വിശ്വാസികൾ പാപത്തിൽ നിന്ന് കരകയറി ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് സഭയുടെ ശിക്ഷണം എന്നുള്ളത്. എബ്രായ ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിക്ഷണത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ശിക്ഷയെന്നും ബാലശിക്ഷയെന്നും പറയുന്ന പ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണാം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗത്തിന്റെ അർത്ഥം യഥാർത്ഥത്തില് തെറ്റ് തിരുത്തുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, പ്രബോധനം നൽകുക, ഭയനിർദ്ദേശം നൽകുക എന്നിങ്ങനെയുള്ള ആശയമാണ് ആ വാക്കുകൾക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ശിക്ഷണം, ശിശുപരിപാലനം, ശിശുവിദ്യാഭ്യാസം എന്ന അർത്ഥത്തിലുള്ള ഒരു ആശയമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. തിരുവെഴുത്തുകൾ നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണല്ലോ. ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലുള്ള അഭ്യാസത്തിനും ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ സഭാശിക്ഷണം എന്നുള്ളത് തെറ്റുകൾ ചെയ്യാതിരിക്കുവാനും തെറ്റായിരിക്കുന്ന വഴികളിൽ നിന്ന് വിശ്വാസികൾ വിടുതൽ പ്രാപിച്ച് ശരിയായ പാതയിൽ മുന്നോട്ട് പോകാനുമുള്ള ദൈവീക ക്രമീകരണമാണ് ഈ ശിക്ഷണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവഹിതപ്രകാരം വിശ്വാസികളെ മുന്നോട്ട് നയിക്കാനുള്ള ദൈവികമായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. എന്തുകൊണ്ടാണ് അവിടെ ശിക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവിടെ ബാലശിക്ഷ എന്ന വാക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നോക്കിയാൽ, നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് അവൻ നമ്മെ ബാലശിക്ഷയിലൂടെ നടത്തുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സഭാശിക്ഷണം എന്ന് പറയുന്നത് സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികളും ദൈവമക്കളാണ്. ദൈവമക്കൾക്ക് അവരുടെ ആത്മീകമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണമാണ് സഭയുടെ ശിക്ഷണം അല്ലെങ്കിൽ ബാലശിക്ഷ എന്നത്. നാം മക്കളാണ് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഈ ബാലശിക്ഷ ഇരിക്കുന്നത്. സഭാംഗങ്ങളെയാണല്ലോ പരിശീലിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അവരെയാണല്ലോ തർജ്ജനം ചെയ്യുന്നത്, അവരുടെ തെറ്റുകളാണല്ലോ തിരുത്തുന്നത്. അപ്പോ മക്കൾ എന്ന നിലയിൽ സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തി അവരെ യഥാസ്ഥാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രമീകരണത്തിന് വിശ്വാസികൾ വിധേയപ്പെടണം. എങ്കിലേ അവർക്ക് പാപത്തിന്മേൽ വിജയകരമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ ബാലശിക്ഷയിലൂടെ നടത്തുന്നത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്.
അവരോടുള്ള വിരോധം കൊണ്ടല്ല, പിണക്കം കൊണ്ടല്ല. അതുകൊണ്ട് സഭയ്ക്ക് കീഴ്പ്പെട്ട് ഒരു വിശ്വാസി ജീവിക്കുകയും സഭയുടെ ശിക്ഷണത്തിന് കീഴിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ആ വിശ്വാസിയെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ സഭാശിക്ഷണത്തിന് വിശ്വാസികൾ വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ടിരിക്കുന്നു. ഇത് മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എബ്രായ ലേഖനകാരൻ തന്നെ പറയുന്നു. സാധാരണ നമ്മുടെ ഭവനത്തിലുള്ള മക്കൾക്ക് മാതാപിതാക്കളുടെ ശിക്ഷണം അവർക്ക് അത്ര സുഖകരമായി അനുഭവപ്പെടുകയില്ല. എന്നാൽ അതിൽ പരിശീലനം ലഭിച്ചവരായിരിക്കുന്ന ആളുകള് നീതി എന്ന സമാധാന ഫലം കൊയ്യുമെന്ന ഭാവിയിൽ അവരെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളായിട്ട് മാറും. സഭയുടെ ഉപദേശവും തെറ്റുതിരുത്തലും പ്രബോധനവും ശിക്ഷയും ഒന്നും തൽക്കാലത്തേക്ക് വിശ്വാസികൾക്ക് മനസ്സിലാവുകയില്ലെങ്കിലും ആ ശിക്ഷണത്തിന് കീഴിൽ വളരുന്ന വിശ്വാസികൾ അവര് വിശുദ്ധന്മാരായി ദൈവത്തിന് പ്രയോജനമുള്ള ആളുകളായിട്ട് തീരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ശിക്ഷണത്തിന്റെ ഉദ്ദേശം പറയുന്നത് നമ്മുടെ വിശുദ്ധിക്കും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയാണ്. 10-ാം വാക്യം അതാണ് പറയുന്നത്. പല പാപങ്ങൾക്കും പാപ സ്വഭാവത്തിനും അടിമകളാണ് വിശ്വാസികളായിരിക്കുന്ന നാം. അതിൽ നിന്ന് സ്വതന്ത്രരായി വിശുദ്ധി പ്രാപിക്കാൻ സഭാശിക്ഷണം, ദൈവിക ശിക്ഷണം വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ആ ശിക്ഷണത്തിന് കീഴ്പ്പെടുക. ശിക്ഷണത്തിന് കീഴ്പ്പെട്ടാൽ അതിനുള്ള പ്രതികരണം അതായിരിക്കണം, അതിന് കീഴ്പ്പെടുക. മാതാപിതാക്കളുടെ ശിക്ഷണത്തിന് കീഴിൽ വിധേയപ്പെട്ട് വളർന്ന മക്കൾ ദൈവത്തിനും സഭയ്ക്കും കീഴ്പ്പെട്ട് വളരാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടെങ്കിൽ ആത്മാക്കളുടെ പിതാവിനെ എത്ര അധികമായി കീഴടങ്ങേണ്ടിയിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖനക്കാരൻ ചോദിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ശിക്ഷണത്തിന് വിശ്വാസികൾ കീഴടങ്ങിയിരുന്നാൽ അവർക്ക് തീർച്ചയായിട്ടും പ്രയോജനമുള്ള ആളുകളായിട്ട് തീരാൻ സാധിക്കും. എന്റെ വിശുദ്ധിക്കും എന്റെ നന്മയ്ക്കുമായിട്ടാണ് സഭാശിക്ഷണം ദൈവം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ശിക്ഷണത്തിന് വിധേയപ്പെട്ട് വളരുന്ന വിശ്വാസികൾ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിൽ പുരോഗമിക്കാനായിട്ട് സാധിക്കും. അതും നമ്മുടെ ഈ വിശ്വാസികൾ പാപം ചെയ്യാതിരിക്കാൻ, വിശ്വാസികൾ പാപത്തിൽ തുടരാതിരിക്കാൻ ഉള്ള ദൈവിക ക്രമീകരണമാണ് എന്ന് മനസ്സിലാക്കി സഭാശിക്ഷണത്തിന് വിധേയപ്പെട്ട് അതിന് കീഴടങ്ങി ശിക്ഷണത്തിൽ അഭ്യസിച്ച് വളരുന്നതായിരിക്കുന്ന വിശ്വാസികൾക്ക് പ്രയോജനകരമായ ക്രിസ്തീയ ജീവിതം, അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പാപത്തെ സംബന്ധിച്ച് അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായിട്ട് നമ്മൾ കണക്കാക്കും. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുണ്ട്: അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. ആത്മീകമായിട്ടുള്ള നമ്മുടെ ശക്തി ചോർത്തിക്കളയുന്ന ഒന്നാണ് ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള ജീവിതം. ആത്മീകമായിരിക്കുന്ന പുരോഗതിയും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ പാപരഹിതമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കാതിരിക്കാനും, സംഭവിച്ചാൽ അവ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ആ തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം ദൈവമുമ്പിൽ നമ്മുടെ ജീവിതത്തെ നാം ശരിയായ നിലയിൽ ക്രമീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരും, പ്രയോജനമായി തീരും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. വരുന്ന നാളുകളിൽ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളില് അതികഠിനമായ പാപം സംഭവിച്ചു പോയ വ്യക്തികളാണ് മോശയും ദാവീദും അതുപോലെ പത്രോസൊക്കെ. എന്നാൽ അവരിപ്പോഴും നമ്മള് ദൈവഭക്തന്മാരായിട്ട് കാണുകയും അവരെ ബഹുമാനിക്കുകയൊക്കെ, നമ്മൾ മാത്രമല്ല എല്ലാ തലമുറകളും അവരെ ദൈവഭക്തന്മാരെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ഏറ്റവും വലിയ കാരണം അവർ ആ പാപങ്ങള് ഏറ്റുപറഞ്ഞു, ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു, ക്ഷമ ചോദിച്ചു. ആ പാപം ദൈവത്തിന്റെ സഹായത്തോടെ ആ പാപം അവർ വീണ്ടും ചെയ്യാതിരിക്കാനായിട്ട് അവർക്കത് കഴിഞ്ഞു എന്നുള്ളതാണ്. സത്യത്തില് ഈ മോശയും ദാവീദും പത്രോസും ഒക്കെ മാനസാന്തരപ്പെട്ടു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് ആ പാപങ്ങൾ അവർ തന്നെയാണ്. ആ പാപങ്ങള് ഇനിയുള്ള തലമുറകൾ ഓർത്തിരിക്കാനായിട്ട് എഴുതി വെച്ചതും എഴുതുവാനായിട്ട് അനുവദിക്കുകയും ചെയ്തത്. മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ
അത് തടയുവാനായിട്ടുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടു എന്നുള്ള തെളിവാണ് അവർ ആ പാപങ്ങള് അത് എഴുതി വെക്കുവാനായിട്ട്, വീണ്ടുമുള്ള ഇനി അവരെ ഏറ്റുപറയുവാനായിട്ട്, ഇനിയുള്ള തലമുറകള് അത് ഓർക്കുവാനായിട്ട്, അത് ചെയ്യുവാതിരിക്കുവാനായിട്ട് അത് രേഖപ്പെടുത്തി എന്നുള്ളത്. എന്നാൽ അവരെ ഇപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്നു, ദൈവഭക്തന്മാരായിട്ട് തന്നെ കാണുന്നു. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ സാധ്യത ഇതാണ്. പാപക്ഷമയ്ക്കായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ലോകത്തില് നമുക്കുള്ള സാധ്യത എന്ന് പറയുന്നത്, പാപം ചെയ്തു പോയെങ്കിലും തിരികെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനും, ദൈവത്തോട് ആ പാപങ്ങളെ ഏറ്റുപറയുവാനും, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പൂർണ്ണ ക്ഷമ പ്രാപിക്കുവാനും, ആ ബന്ധത്തിലേക്ക് തിരികെ വരുവാനും നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ അത് ആത്മീയ പക്വതയുടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സഹായത്തോടുകൂടി പാപത്തെ വിജയിക്കുവാനായിട്ടും വിശ്വാസികളായിട്ടുള്ള നമുക്ക് കഴിയും. നമ്മൾ ഈ കാര്യങ്ങളാണ് ജോസം പനശ്ശി ബ്രദറിലൂടെ കേട്ടത്. ഒരിക്കൽ കൂടി ജോസം പനശ്ശി ബ്രദറിന് നന്ദി പറയുകയാണ്. ഇത്രയും ലളിതമായിട്ട് നമുക്ക് ഇത്രയും ഒരു 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 കഠിനമായിട്ടുള്ള വിഷയത്തെ ലളിതമായിട്ട് വളരെ ലാളിത്യത്തോടു കൂടി നമുക്ക് പറഞ്ഞു തന്നതിൽ, പാപം ചെയ്തു എങ്കിൽ അത് സമ്മതിക്കുക എന്നുള്ളതാണ് ആദ്യം നാം ഒരു വ്യക്തി ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുക, മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് അതിനോട് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് നമ്മൾ കണ്ടത് വളരെ ഗൗരവത്തോടു കൂടി അത് എടുക്കുകയും പാപത്തെ വീണ്ടും ചെയ്യുവാതിരിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ദൈവത്തിന്റെ സഹായത്തോടുകൂടി ആ പാപത്തെ മറികടക്കുകയും ചെയ്യുക. നമുക്ക് കേട്ട ഈ വചനങ്ങളെ ഓർക്കാം. ഇത് ഒരിക്കൽ കൂടി കേൾക്കുവാനായിട്ട് അവസരം നമുക്ക് നൽകിയതിൽ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.